കോവിഡ് അനന്തര ഹൃദ്രോഗ സാധ്യതയെ പരിശോധിക്കാൻ മൈക്രോ പദ്ധതി ഒരുക്കുന്ന പരിശോധനാ പദ്ധതിക്ക് കൈകൊടുത്ത പോലീസ്. കോവിഡ് ഭേദമായവരിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഹൃദയപരിചരണത്തിനുള്ള പരിശോധനാ സംവിധാനം ഒരുക്കുന്നത്. പോലീസ് കമ്മീഷണർ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ 100-ലേറെ സേനാംഗങ്ങളാണ് പങ്കെടുത്തത്. പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ പോലീസുകാർക്ക് പരിശോധന നടത്തിയത്. ഒറ്റ രക്തസാമ്പിൾ ഉപയോഗിച്ചുള്ള 40 ടെസ്റ്റുകളിലൂടെയാണ് കോവിഡ് അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് തിരിച്ചറിയുക. ലളിതമായ രക്തപരിശോധനയിലൂടെ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനാകും. കുറഞ്ഞ ചെലവിൽ വീട്ടിലെത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി കൊടുക്കുന്നതാണ് പദ്ധതി. പരിശോധനാ ഫലങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുമായി ഫോണിൽ ചർച്ച ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. നമ്മുടെ കേരള പോലീസ് അസോസിയേഷൻ്റെ കോഴിക്കോട് സിറ്റിയുടെ 38ാമത് ജില്ലാ സമ്മേളനം ഈ മാസം 21-22 തീയതികളിലായിട്ട് നടക്കുന്നത് നമ്മുടെ മജിസ്ട്രേറ്റ് ഹാളിൽ വെച്ചാണ്. പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചെറിയ ഒരു പരിപാടിയായിട്ട് അല്ലെങ്കിൽ കേവലം ഒരു സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കുന്നൊന്നല്ല. നമ്മൾ ഏതാണ്ട് ഒരു മാസം മുമ്പെയുള്ള ഒട്ടേറെ അനുബന്ധ പരിപാടികളിലൂടെയാണ് നമ്മൾ പോകാറുള്ളത്. ഇത്തവണ ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിന്നുകൊണ്ട് നമുക്ക് സമയ പരിമിതി ഉണ്ടായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു രക്തദാന ക്യാമ്പോടുകൂടി നമ്മൾ ആരംഭിച്ചു. നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ ഉൾപ്പെടെ ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഉദ്യമം തന്നെ ആദ്യ പരിപാടിയായിട്ട് വെച്ചത്. അത് വലിയ വിജയമായിരുന്നു. 50ഓളം പേരാണ് 60 പേരാണ് വോളണ്ടിയർ ആയിട്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നതെങ്കിലും അതിൽ കുറച്ച് പേര് റിജക്റ്റ് ആയിപ്പോയി. 50 പേര് നമ്മുടെ ബ്ലഡ് ബാങ്കിന് വേണ്ടി ബ്ലഡ് ദാനം ചെയ്യുന്ന അതോടുകൂടിയാണ് ആരംഭിച്ചത്. പിന്നെ നമ്മുടെ കായിക മത്സരങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയ പരിപാടികൾ ഇവിടെ നടത്തിയത് ഒരു ഹെൽത്ത് ചെക്കപ്പാണ്. അത് പോസ്റ്റ് കോവിഡ് ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് അപ്രതീക്ഷിതമായ യോഗങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പോസ്റ്റ് കോവിഡ് കാർഡിയോ ഹെൽത്ത് ചെക്കപ്പ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ മൈക്രോ ഹെൽത്ത് ചെക്കുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഒരു 5000 രൂപയുടേത് നമുക്ക് ഒരു വളരെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളത് നടത്തി. ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 100-നടുത്ത് ആളുകൾ ആ ക്യാമ്പ് മലബാർ ഐ ഹോസ്പിറ്റലിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതോടൊപ്പം ചെലവൂർ പബ്ജി ടർഫിൽ നമ്മുടെ ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സബ് ഡിവിഷൻ ബേസിൽ. അപ്പോൾ ായിട്ട് നമുക്ക് പോലീസിൻ്റെ സബ് ഡിവിഷൻ ബേസിൽ തന്നെ നമ്മുടെ വോളിബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഷട്ടിൽ ടൂർണമെൻറ്റ് ഏറ്റവും മികച്ച കളിക്കാരുള്ള കേരളത്തിൽ ഏറ്റവും മികച്ച കളിക്കാരുള്ള ഒരു വിഭാഗം കൂടിയാണ് ഷട്ടിൽ വിഭാഗത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ഷട്ടിൽ ടൂർണമെൻറ്റ് കോഴിക്കോട് നടക്കുന്നു. അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ. അതുപോലെ തന്നെ 21-22 സമ്മേളനം. 21-ാം തീയതി വലിയ തോതിലുള്ള ഒരു കുടുംബ സംഗമം. അത് കുട്ടികളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ പുറത്തുനിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ നല്ല ഒരു ഡാൻസ് പ്രോഗ്രാം ഉൾപ്പെടെ. പദ്ധതിയുടെ ഉദ്ഘാടനം KPA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാകേഷ് PR നിർവഹിച്ചു. ഷാജു അധ്യക്ഷനായിരുന്നു. ചെയർമാൻ രജീഷ് ചെറുകുളത്തൂർ, കൺവീനർ റഷീദ്, സംസ്ഥാന സമിതി അംഗം സുനിൽ, ധന്യ തയ്യിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ACV ന്യൂസ് കോഴിക്കോട്.